ഇത് വളരെ ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ്. കാരണം ഇത് രണ്ട് ട്രാക്കുകളുടെ റെയിൽവേ ട്രാക്ക് നമ്പർ 1-ൻ്റെ 4-ൻ്റെ അടിയിലുള്ള അണ്ടർഗ്രൗണ്ട് ടണൽസാണുള്ളത്. ഇതെല്ലാം റെയിൽവേ പ്രോപ്പർട്ടിയിലുള്ളതാണ്. അപ്പോൾ ഇത് റെയിൽവേസിൻ്റെ സഹായത്തോടുകൂടി ഇതിൽ കുമിഞ്ഞു കൂടിയിട്ടുള്ള മാലിന്യ മലകൾ മാറ്റി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കാരണം കുറച്ച് സമയം കഴിയുമ്പോൾ വെള്ളം പറ്റിപ്പോവാണ്, ഞങ്ങളുടെ ടീമിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ കൂടുതൽ സ്കൂബ ഡൈവ് ടീംസിനെ മറ്റ് ജില്ലകളിൽ നിന്ന് കൊണ്ടുവന്ന് 2-3 പേരുടെ ടീംസായിട്ട് ഈ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഒരു ജോയിൻ്റ് ആയിട്ടുള്ള, അതിനാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ യോഗത്തിലുള്ള മീറ്റിംഗ് കൂടിയത്. ഒരു ജോയിൻ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ് നടത്താൻ ഉദ്ദേശിച്ചത്. ആകെ ദൂരത്തിൽ എത്ര ദൂരം നമുക്കിപ്പോൾ കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇനി എത്ര അവശേഷിക്കുന്നുണ്ട്? 40-45 മീറ്റർ പോയിട്ടുണ്ട്. ഏകദേശം 140 മീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു. ഇനി അതിനുശേഷം ഒഴുകി അങ്ങോട്ട് പോയിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയില്ല. അത് ഇവിടെ സ്റ്റക്കാണെന്ന് പറയാൻ കഴിയില്ല. ഇതിൽ തന്നെ ബൈലൈൻസ് ഒരുപാടുണ്ട്. റെയിൽവേ ട്രാക്കിന് അടിയിൽ ബൈലൈൻസ് പറഞ്ഞാൽ ഈ റൂട്ട്, അപ്പോൾ അതുമൊക്കെ നോക്കണം. അപ്പോൾ അതൊരു കോംപ്ലക്സ് ഇതാണ്. അവിടെയൊക്കെ ഈ ഗാർബേജ് കുമിഞ്ഞുകൂടി ബ്ലോക്കായി സോളിഡിഫൈ ചെയ്ത് റോക്ക് പോലെ കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ നീക്കം ചെയ്ത് മുന്നോട്ട് പോകും. വളരെ ദുഷ്കരമായ ടൈം കൺസ്യൂമിംഗ് പ്രോസസ്. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ ടീംസിനെ ഡിപ്ലോയ് ചെയ്യുന്നത്. ഒരേ ടീമിന് ഇത് ചെയ്യാൻ കഴിയില്ല. സാർ, ഈ അകത്തേക്ക് ഇറങ്ങി ഉദ്യോഗസ്ഥർ തിരിച്ചു വന്നപ്പോൾ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് അവർ വലിയ സുരക്ഷാ ഭീഷണി നേരിട്ടാണ് അകത്തേക്ക് പോകുന്നത് എന്ന് പറയുന്നത്. അല്ല, അവർക്ക് അതിനുള്ള കിറ്റ്സും കൊടുത്തിട്ടുണ്ട്, ട്രെയിനിങ്ങും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരേ ടീമിനെ അയക്കാത്തത്. മറ്റ് ടീം അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മറ്റ് ജില്ലകളിൽ നിന്ന് സ്കൂബ ടീംസ് എല്ലാ ജില്ലയിലും സ്കൂബ ഡൈവിംഗ് റിലേറ്റഡ് അവർക്കതൊരു ഫസ്റ്റ് ഓപ്പറേഷനാണ്. സാധാരണ ഞങ്ങൾ പുഴകളിലും വെള്ളപ്പൊക്കത്തിന് സമയത്തൊക്കെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും മുങ്ങിത്താഴുമ്പോഴൊക്കെയാണ് അവരുടെ രക്ഷയ്ക്കാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു ഓപ്പറേഷൻ അവർ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതിലവർ ഭയങ്കര വളരെ റിസ്കി ടോപ്പ് ക്ലാസ് പെർഫോമൻസാണ് ചെയ്തത്. നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല, അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വളരെ ദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതെപ്പോൾ വിജയം കാണാൻ കഴിയും, അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ കഴിയും, അങ്ങനെ എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും നൽകാൻ പറ്റുമോ? അങ്ങനെ പറയാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ ദുഷ്കരമാകുന്നത്. കാരണം ഇതിനടുത്ത അടിയിലുള്ളത് മുഴുവൻ റെയിൽവേ പ്രോപ്പർട്ടി കൂടെ കനാൽസാണ്. അതിൻ്റെ മാപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ മാപ്പ് ഓരോ നോക്കി പോകാനേ കഴിയുള്ളൂ. ഓക്കെ, അതായത് കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട് അവർ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ള കാര്യം. ഈ രക്ഷാപ്രവർത്തനം എപ്പോൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഉള്ള മറുപടിയാണ് നമ്മൾ കേട്ടത്. അതായത് ദുഷ്കരമായ രക്ഷാപ്രവർത്തനം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ തീവ്രത മനസ്സിലാകുന്നുണ്ട്. ഇതിൻ്റെ അടിയിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളം മാത്രമല്ല, മാലിന്യം കൂടി കടന്നു വരുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം പ്രതിസന്ധി നേരിടുന്നുണ്ട്. നിലവിൽ എന്തായാലും കൂടുതൽ ഉദ്യോഗസ്ഥരെ, സ്കൂബ ഡൈവേഴ്സിനെ അടക്കം ഇവിടേക്ക് എത്തിച്ച് ഇതിൻ്റെ അടിയിൽ തിരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനം.